പ്രവേശിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ കൂട്ടായ്മയിൽ ആമേൻ വളരെ പ്രതീക്ഷയോടുകൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ കോണുകൾ, സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വാതന്ത്ര്യമില്ലായ്മയുടെയും മധ്യത്തിൽ ലഭ്യമാകുന്ന സമയം ദൈവവചനത്തിനായി കേൾവിക്കായി വേർതിരിച്ച നിങ്ങളെ എല്ലാവരെയും, ക്രിസ്തുവിൽ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നിങ്ങളെ സകല വിധത്തിലും അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ അളവില്ലാതെ പകർന്നു തരുന്നൊരു ദിവസമാകുന്നു. ഈ മീറ്റിങ്ങിന് ആശീർവാദം പറയുന്നതിന് മുൻപേ വലിയ 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 ദൈവിക സ്പർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസങ്ങളാകുന്നു. പുതിയ 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 ഒരു ആത്മതലവും ഒരു ആത്മീയ അധികാരവും നമ്മുടെ മേൽ ദൈവാത്മാവ് പകരുന്ന ഒരു ദിവസമാകുന്നു എന്ന് ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അവിടുന്ന് അത് നമ്മുടെ മധ്യത്തിൽ അങ്ങനെ ചെയ്യട്ടെ. നമ്മുടെ സ്റ്റാൻഡിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ദൈവവുമുണ്ട്, നമ്മുടെ സ്റ്റാൻഡിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ദുഷ്ടലോകവും ഉണ്ട്. എൻ്റെ സ്റ്റാൻഡ് എന്താണ്, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് എന്നറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ അതറിയാൻ ആഗ്രഹിക്കുന്ന പൈശാചിക ലോകമുണ്ട്. അത് മോണിറ്റർ ചെയ്യുന്ന ദൈവത്തിൻ്റെ സേനകളുണ്ട്, അത് മോണിറ്റർ ചെയ്യുന്ന സാത്താൻ്റെ സേനകളുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകുന്നോ അത് വാച്ച് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, നമ്മൾ എങ്ങോട്ട് പോകുന്നോ അത് വാച്ച് ചെയ്യുന്ന സാത്താനീയ ദൃഷ്ടികളുണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് നമ്മളെന്ന വ്യക്തിയാണ് സബ്ജക്റ്റ്. ഞാൻ എവിടെ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ ആ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഞാനൊരു ശരിയായ ദൈവത്തിൻ്റെ യോദ്ധാവായി മാറുന്നത്. അവൻ ഉള്ളിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തോട്, എൻ്റെ ലൈഫിനോട് അടുപ്പിക്കാതെ ദൈവത്തിൻ്റെ ഹൃദയ പദ്ധതി എൻ്റെ ലൈഫിൽ റിയാലിറ്റി ആക്കി കൊടുക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ അതിശക്തനായി മാറുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ആയുധമായി മാറുന്നത്, ഞാൻ ദൈവത്തിൻ്റെ വായായി മാറുന്നത്, ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി മാറുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ മീറ്റിങ്ങിൽ ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവരാണ് ഏറെക്കുറയും ഉള്ളത്. ഒരു 100 പേരെ എടുത്താൽ 95 പേരും ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവരാണ്. നമ്മുടെ ഈ മീറ്റിങ്ങിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് പോലും അറിയത്തില്ലായിരുന്നത്. പക്ഷേ മെസ്സേജുകൾ പറഞ്ഞ് വരുമ്പോൾ അത് ശുശ്രൂഷകർക്കുള്ളൊരു മെസ്സേജായി മാറുന്നതും, ചില കാര്യങ്ങൾക്കകത്തേക്ക് കയറി വരുമ്പോൾ അത് ദൈവദാസന്മാരിലേക്ക് അത് കയറി വരുന്നതും ശുശ്രൂഷയ്ക്ക് എഴുന്നേൽപ്പിക്കുന്ന തരത്തിൽ മെസ്സേജ് വരുന്നതും ആകുമ്പോഴാണ് എൻ്റെ മേൽ അങ്ങനെ ഒരു വിളിയുണ്ടെന്നുള്ളത് ഞാൻ തന്നെ നോട്ടീസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് ശുശ്രൂഷകർക്കും ശുശ്രൂഷ ആഗ്രഹിക്കുന്നവർക്കും ദൈവമക്കൾക്കും എല്ലാവർക്കും, വിശ്വാസികൾക്കും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു മിനിസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഇതിനകത്ത് ഏറിയ പങ്കും ദൈവവേലയ്ക്ക് വിളിയുള്ള ദൈവമക്കളാണ് ഇരിക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ദൈവവേലയ്ക്ക് വിളിയുള്ള ദൈവമക്കളായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരമ്മയ്ക്കാണെങ്കിൽ പോലും ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ അധരമായി മാറണം, എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദമായി മാറണം, എനിക്ക് ദൈവത്തിൻ്റെ വായായി മാറണം, എനിക്ക് ദൈവത്തിൻ്റെ ശക്തനായി മാറണം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും. വെറുതെ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ദൈവശബ്ദം കേൾക്കണം, ദൈവത്തിൻ്റെ കാഴ്ചകൾ കാണാം, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇതൊക്കെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ നമ്മളെക്കാൾ ഏറെ ഇഷ്ടമാണ്. പിതാവിന് സ്വന്തം പുത്രനോട് മറച്ചു വെക്കാൻ ഒന്നുമില്ല. എല്ലാം തുറന്ന് കാണിക്കാൻ, പഠിപ്പിക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ, അറിവ് കൊടുക്കാൻ പിതാവിന് ഇഷ്ടമാണ്. എന്നാൽ ഇപ്പം എനിക്കൊരു മോനുണ്ട്. ആ മോനെ എൻ്റെ ബിസിനസ് ഏൽപ്പിക്കാൻ, ഇപ്പം ഞാനൊരു ബിസിനസ് മാനാണെന്ന് വിചാരിക്കുക, എൻ്റെ ബിസിനസ് ഏൽപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കുഞ്ഞുനാൾ മുതൽ അവനെ അതിനു വേണ്ടിയിട്ട് കണ്ടിട്ട്
എൻ്റെ ഉത്തരവാദിത്വം, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ എൻ്റെ കാലശേഷം എൻ്റെ മകനിലേക്ക് കൈമാറി വേണം എനിക്ക് പോകാൻ എന്ന ഉദ്ദേശത്തോടെ, ആ ഒരു പ്രതീക്ഷയോടെയാണ് കുഞ്ഞുനാൾ മുതലേ ഞാൻ അവനെ പഠിപ്പിക്കുന്നത്, വളർത്തുന്നത്, ടീച്ച് ചെയ്യുന്നത്, അഡ്വൈസ് ചെയ്യുന്നത്, അവന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എല്ലാം ഞാൻ അതുമായി ബന്ധപ്പെട്ടാണ്. അവനിൽ ക്രമേണ ഞാനൊരു ബിസിനസ് മെൻറ്റാലിറ്റിയും കൂടെ വളർത്തിക്കൊണ്ട് വരാൻ ഞാൻ ശ്രമിക്കും. എന്നിട്ട് ഞാൻ വാച്ച് ചെയ്യും, ഇവന് ബിസിനസ്സിനോടാണോ താല്പര്യം, അതോ ഇവന് ആർട്ടിനോടാണോ താല്പര്യം, അതോ ഇവന് സ്പോർട്സിനോടാണോ താല്പര്യം. ഞാൻ വാച്ച് ചെയ്യുമ്പോൾ ഇവനൊരു ബിസിനസ്മാൻ്റെ ഒരു ക്വാളിറ്റി ഇവൻ കാണിക്കുകയാണെങ്കിൽ, ഇവനൊരു ലീഡർഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, ഇവനൊരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ പ്രതീക്ഷ വർദ്ധിക്കും. ഇനി പ്രതീക്ഷയ്ക്ക് വിരോധമായിട്ടാണ് അവൻ പോകുന്നതെങ്കിൽ ചെറിയ പ്രായത്തിൽ ഞാൻ അവനെ അഡ്വൈസ് ചെയ്യും, ടീച്ച് ചെയ്യും, ശാസിക്കും. എന്തിനാ? എൻ്റെ കാഴ്ചപ്പാടിനൊത്തൊന്ന് അവനെ വളർത്തിയെടുക്കാൻ. എന്നിട്ടും അവൻ അതിലൊന്നിനും കൊള്ളാത്ത ഒരു രീതിയിലത്തെ ജീവിത ശൈലിയാണ് അവൻ കാത്തു സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവന് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ക്രമമില്ല, അച്ചടക്കമില്ല, അവൻ്റെ ജീവിതത്തിൽ ഒരു അച്ചടക്കമില്ല, അവന് ബിസിനസ്സിനോട് താല്പര്യമില്ല, അവൻ വിശ്വസ്തനല്ല. ബിസിനസ്സൊക്കെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ വിശ്വസ്തന്മാരെയാണ് ഏൽപ്പിക്കുക. അവൻ വിശ്വസ്തനല്ല. അവൻ ക്യാഷ് ബോക്സിൽ നിന്ന് ക്യാഷ് എടുക്കുന്ന ഒരു സ്വഭാവം, അപ്പൻ്റെ ബേഴ്സിൽ നിന്ന് ക്യാഷ് എടുക്കുന്ന ഒരു സ്വഭാവം, അമ്മയുടെ ബേഴ്സിൽ നിന്ന് ക്യാഷ് എടുക്കുന്ന ഒരു സ്വഭാവം, അവനിങ്ങനെ കൂട്ടുകാരോട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നൊരു സ്വഭാവം, കുടുംബവുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ എന്തോ ചെയ്യും? എൻ്റെ ഹൃദയത്തിൻ്റെ പദ്ധതി ആരെ കൊണ്ട് ഫുൾഫില്ല് ചെയ്യിക്കാമെന്ന് ഞാൻ ചിന്തിക്കും. അതേസമയം എൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് മോൻ വളർന്നു വരികയാണെങ്കിൽ അവനെ ഞാൻ ഡിഗ്രിയൊക്കെ എടുപ്പിച്ച് PG ഒക്കെ കഴിഞ്ഞ് അവനെ ഞാൻ MBA ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മെല്ലെ എൻ്റെ ബിസിനസ്സിലേക്ക് മെല്ലെ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തു തുടങ്ങും. ഗ്രാജ്വലി ഞാൻ കമ്പനിയിലെ പല ഉത്തരവാദിത്വങ്ങളും ഞാൻ അവനെ ഏൽപ്പിച്ചു തുടങ്ങും. ഞാനൊരു മേൽനോട്ടം മാത്രം കൊടുത്തിട്ട് ഞാൻ മെല്ലെ അങ്ങോട്ട് പുറകിലേക്ക് മാറും. കാരണം അവൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനായി കഴിഞ്ഞു എന്നുള്ളൊരു ബോധ്യം അവൻ്റെ പ്രവർത്തികളിലൂടെ, അവൻ്റെ പെരുമാറ്റത്തിലൂടെ, അവൻ്റെ ശൈലിയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതൊരിക്കലും അവൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കത്തില്ല. മീൻസ് അപ്പനിപ്പോൾ പ്രായമൊക്കെ ആയി, അപ്പം മാറിയിരുന്നോ, ഞാൻ ഇത്രയും മുതിർന്നല്ലോ, എന്നെ ഏൽപ്പിച്ചോ, ഞാൻ ചെയ്യാം, ഞാനില്ലേ അപ്പന്, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ്റെ വിശ്വസ്തത എനിക്ക് ആ വാക്കിൽ നിന്ന് എനിക്ക് അളക്കാനൊക്കത്തില്ല. അവൻ്റെ സ്റ്റാൻഡ് എന്താന്നുള്ളത് അവൻ്റെ വാക്കിലല്ല ഇരിക്കുന്നത്. നോട്ട് ദിസ് പോയിന്റ്. അവൻ്റെ സ്റ്റാൻഡ് എന്താന്നുള്ളത് അവൻ്റെ വാക്കിലല്ല ഇരിക്കുന്നത്. അവൻ്റെ സ്റ്റാൻഡ് എന്താന്നുള്ളത് അവൻ്റെ പ്രവൃത്തിയിലായിരിക്കുന്നത്. സെയിം വേ എൻ്റെ സ്റ്റാൻഡ് എന്താന്നുള്ളത് ദൈവത്തോട്, കർത്താവേ മുഴുവൻ എൻ്റെ മേലിട്ടോ, ഞാനുണ്ട് കർത്താവിൻ്റെ കൂടെ, പുറകെ എന്നേക്കാൾ നന്നായി പത്രോസ് പറഞ്ഞതാ. പക്ഷെ ഞാൻ പറയാ, എൻ്റെ മേലിട്ടോ കർത്താവേ, എല്ലാ വരങ്ങളും അപ്പോസ്തോലിക ശുശ്രൂഷ എൻ്റെ മേലിട്ടോ, ഞാൻ ചെയ്തോളാം, ഞാൻ നിൽക്കും, എന്ത് പ്രതികൂലം വന്നാലും അങ്ങ് എൻ്റെ മേൽ അഭിഷേകം ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ തകർക്കും, അതിനെ ഞാൻ ജയിക്കും, ഉറക്കമില്ലാതെ ഞാൻ നിൽക്കും കർത്താവിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വാക്കിലല്ല, എൻ്റെ സ്റ്റാൻഡ് ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന എൻ്റെ പ്രവൃത്തിയിലാണ്. എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് ദൈവത്തിന് അറിയണമെങ്കിൽ ദൈവത്തിന് എന്നെ മോണിറ്റർ ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ മക്കളെ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാ എന്ന് നിങ്ങൾ അറിഞ്ഞത് അവൻ വയറിലായിരുന്നപ്പോഴല്ല, അവൻ പുറത്ത് വന്നപ്പോഴല്ല. അവൻ സ്കൂളിൽ ചെന്നു, പഠിച്ചു. പഠന കാലയളവിൽ ടീച്ചേഴ്സ് നിങ്ങളോട് പല കമൻസ് പറഞ്ഞു. TP സമയത്തും എക്സാം സമയത്തും ആനുവൽ എക്സാമിനുമുള്ള മാർക്കുകൾ നിങ്ങൾ മോണിറ്റർ ചെയ്തു. അവൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ വിട്ടെങ്കിൽ അവിടുത്തെ ട്യൂഷൻ ടീച്ചറിൽ നിന്ന് നിങ്ങൾ ചില കമൻസ് കേട്ടു. അവൻ്റെ വളർച്ച, അവൻ്റെ ഓരോ ദിവസത്തെ പഠന രീതി, വീട്ടിൽ വന്നിട്ട് പഠിക്കാനുള്ള താല്പര്യമുണ്ടോ, അതോ കളിക്കാനുള്ള താല്പര്യമാണോ, അതോ കഴിക്കാനുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ, ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്തതിന് ശേഷമാണ് കുഴപ്പമില്ല കുഞ്ഞ് പഠിച്ചോളും എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അത് ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞാ, എന്നെ ധൈര്യമായിട്ട് സ്കൂളിൽ വിട്ടോ എന്ന് അവൻ പറഞ്ഞതുകൊണ്ടല്ല നമ്മൾ അവൻ്റെ പഠന നിലവാരത്തെ അളന്ന്. അതുപോലെ ഒരു മാതാവും പിതാവും ഒരു കുഞ്ഞിൻ്റെ രീതികളെ മോണിറ്റർ ചെയ്യുന്നത് പോലെ സ്വർഗീയ പിതാവ് ഒരു ദൈവഭക്തനെ മോണിറ്റർ ചെയ്യുന്നു. ഇതേ ദൃഷ്ടി നിങ്ങൾ മറ്റൊരിടത്തും ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മളെ മോണിറ്റർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സേനയും ദൈവത്തിൻ്റെ കണ്ണുകൾ മാത്രമല്ല, പൈശാചിക സാമ്രാജ്യങ്ങൾ നമ്മളെ മോണിറ്റർ ചെയ്യുന്നു. സോ നമ്മുടെ സ്റ്റാൻഡ് എന്താന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവത്തിന് ബോധ്യമാക്കി കൊടുക്കണം ശുശ്രൂഷകരെ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശുശ്രൂഷയ്ക്ക് വിളിയുള്ള ദൈവമക്കൾ ഇതിനകത്തുള്ളത് കൊണ്ട് നമ്മുടെ സ്റ്റാൻഡ് എന്താന്ന് ദൈവത്തിന് അറിയണം. നിങ്ങളെ ദൈവത്തിൻ്റെ വായാക്കണമെങ്കിൽ, നിങ്ങളുടെ കൈ ദൈവത്തിൻ്റെ കൈ ആകണമെങ്കിൽ, നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ കണ്ണാകണമെങ്കിൽ, നിങ്ങളുടെ ബോഡി ദൈവത്തിൻ്റെ ആലയമാകണമെങ്കിൽ, നിങ്ങളുടെ കാലുകൾ ദൈവത്തിൻ്റെ ആലയമാകണമെങ്കിൽ, ഞാൻ എന്ന വ്യക്തി ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകണമെങ്കിൽ, ദൈവം മോണിറ്റർ ചെയ്യുമ്പോൾ ഞാൻ ഫെയ്ത്ത്ഫുൾ എന്ന് എണ്ണാൻ കഴിയണം. ഏതൊക്കെ മേഖലകളിലാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ പ്രൂവ് ചെയ്യേണ്ടത്? പറഞ്ഞേ, ഞാൻ എന്നെ ദൈവത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യണം. വായിക്കൊണ്ട് പറയേ, ആർക്കോ വായില്ല, വായിക്കൊണ്ട് പറയേ, ഞാൻ എന്നെ ദൈവത്തിന് പ്രൂവ് ചെയ്യണം. ഞാൻ എന്നെ ദൈവത്തിന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഞാൻ എന്നെ ഒന്ന് തെളിയിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ, എന്നെ ഒന്ന് ദൈവത്തിന് തെളിയിച്ചു കൊടുക്കണം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക. ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഞാൻ പൈശാചിക ശക്തിക്ക് കീഴ്പ്പെടുത്തൊരുത്തനൊന്നുമല്ല. ഞാൻ സാത്താൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരുത്തനൊന്നുമല്ല. ഞാൻ സാത്താൻ്റെ വായിക്ക് ചെന്ന് വീണു കൊടുക്കുന്ന ഒരുത്തനൊന്നുമല്ല എന്ന് ബോധ്യമുള്ള എല്ലാ ദൈവമക്കളും കേൾക്കണം. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് മനസ്സ് കാണിച്ചാൽ കുറേ കൂടെ നന്നായിരിക്കും. കാരണം ഇത് ഒരുപാട് ജനസമൂഹം കേൾക്കണം. ജാതി മത ഭേദ മന്യേ സകലരും ദൈവവചനം കേൾക്കണം. എങ്ങനെ കേൾക്കണം? ക്രിസ്ത്യാനികൾ മാത്രം ദൈവവചനം കേൾക്കണം. നോ നോ നോ. ജാതി മത ഭേദ മന്യേ സകലരും ദൈവവചനം കേൾക്കണം. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിൽ ചിലർ സത്യദൈവത്തെ അറിഞ്ഞു, ചിലർ അറിയാതിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളല്ലാതെ അല്ല. നമ്മുടെ ഷെയറിങ്ങിലൂടെ, നമ്മുടെ വാക്കിലെ സുവിശേഷീകരണത്തിലൂടെ, നമ്മുടെ മെസ്സേജുകളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഒരു വ്യക്തി യേശുവിനെ അറിയുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് വരാം. ലോകം, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. അപ്പൊ ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്ന, ദൈവത്തിൻ്റെ കണ്ണ് മോണിറ്റർ ചെയ്യുന്ന ഒരു കൂട്ടത്തോട് പറയുന്നു, ലോകം ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരുത്തനെ പകയ്ക്കും. ഫാദേഴ്സ് ബിസിനസ് ചെയ്യുന്ന, അപ്പൻ്റെ വേല ചെയ്യുന്ന, ഞാനതാ നേരത്തെ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചത്. ഫാദേഴ്സ് ബിസിനസ് ചെയ്യുന്ന, അപ്പൻ്റെ വേല ചെയ്യുന്ന, അപ്പനെ സ്നേഹിക്കുന്ന, അപ്പനെ പിണക്കാത്ത, അപ്പൻ്റെ വാക്കനുസരിക്കുന്ന, അപ്പൻ്റെ ഹൃദയാഭിലാഷം നിറവേറ്റി കൊടുക്കുന്ന ഏതൊരു മകനെയും മകളെയും ലോകം വെറുക്കും, പകയ്ക്കും. ലോകം പകച്ചാൽ, ചേടാ ഞാൻ ദൈവത്തിനുള്ളവനാണെങ്കിൽ ലോകം എന്നെ സ്നേഹിക്കുമല്ലേ വേണ്ടേ? ഞാൻ ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ദൈവം എല്ലാവരെയും എനിക്ക് അനുകൂലമാക്കി തരുമല്ലേ വേണ്ടേ? ഞാൻ ദൈവത്തെ മുഖം നോക്കി നടക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും എന്നോട് അടുക്കാതെ ദൂരെ പോവല്ലേ വേണ്ടേ? ഒരു പൈശാചിക ശക്തികളും എന്നോട് അടുക്കാതെ നീങ്ങി നിൽക്കുവല്ലേ വേണ്ടേ? ഒരു പരാജയം പോലും എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതിരിക്കുവല്ലേ വേണ്ടേ എന്ന് സാധാരണ ഒരു ഓർഡിനറി മാനെ സംബന്ധിച്ച് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്ന, ദൈവവചനം കേട്ട് ദൈവഭക്തരോട് യോഹന്നാൻ എഴുതുകയാണ്, നിങ്ങൾ ആശ്ചര്യപ്പെടരുത്, തീർച്ചയായും ലോകം നിങ്ങളെ പകയ്ക്കും. കാരണം എന്താ? ഞാൻ ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ഹൃദയ പ്രകാരം നിൽക്കാൻ ആഗ്രഹിച്ച് സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അതൊരു ഒരു 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 പുരുഷനാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും ഈ രണ്ട് കൂട്ടരെയും ലോകം പകയ്ക്കും. കാരണം ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നത് കൊണ്ട്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സ്പിരിറ്റിലായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതുപോലെ, സംസാരിച്ചതുപോലെ, ഡിസ്കസ് ചെയ്തതുപോലെ അവിടുത്തെ സോയി ലൈഫിലായിരിക്കും ഞാനും നിങ്ങളും വർക്ക് ചെയ്യുക, ഇല്ലേ? ഇപ്പോൾ ഈ ക്യാമറ വർക്ക് ചെയ്യാൻ, ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യാൻ എല്ലാം ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്. എല്ലാം ഒരേ ഡിവൈസുകൾ പലതാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്ന എനർജി ഒന്നാണ്. ശരിയാണോ അല്ലയോ? ഡിവൈസുകൾ പലതാണ്. ഇവിടെ കമ്പ്യൂട്ടർ ഇരിക്കുന്നു, ഇവിടെ മിക്സർ ഇരിക്കുന്നു, മൈക്ക് ഇരിക്കുന്നു, ലൈറ്റ്സ് ഒക്കെ ഇരിക്കുന്നു, സൗണ്ട് സിസ്റ്റം എല്ലാം ഇരിക്കുന്നു. എങ്കിലും ഡിവൈസുകൾ പലതാ,
പക്ഷേ ഈ ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഒറ്റ സ്പിരിറ്റിലാണ്. ഒറ്റ സ്പിരിറ്റ്, ഒറ്റ എനർജിയില്ല. ഡിവൈസുകൾ പലതാ, പക്ഷെ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി എന്ന ഒരു എനർജിയിലൂടെ ആകുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ എനർജിയിൽ വേണം വർക്ക് ചെയ്യാനും, അങ്ങനെ ദൈവത്തിന് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാനും പറ്റത്തുള്ളൂ. മീൻസ് ദൈവമാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്യുമോ, ദൈവമാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെങ്കിൽ, ദൈവമാണ് ഈ ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റിലെങ്കിൽ, ദൈവമാണ് ഈ ഒരു പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസിലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമോ, എങ്ങനെ ചുവട് വെക്കുമോ, എങ്ങനെ ഡിസിഷൻ എടുക്കുമോ, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമോ, അതുപോലെ റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ സാഹചര്യത്തിൽ ദൈവമാണെങ്കിൽ, നിങ്ങളുടെ സാഹചര്യത്തിൽ ഏലീശയാണെങ്കിൽ, നിങ്ങളുടെ സാഹചര്യത്തിൽ പൗലോസ് ആണെങ്കിൽ, നിങ്ങളുടെ സാഹചര്യത്തിൽ ഫിലിപ്പോസ് ആണെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്യും? ദൈവം ആക്ട് ചെയ്യും പോലെ ആക്ട് ചെയ്യും. ദൈവം ആക്ട് ചെയ്യും പോലെ ആക്ട് ചെയ്യും. ദൈവം ഡിസൈഡ് ചെയ്യും പോലെ ഡിസൈഡ് ചെയ്യും. ദൈവം മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്യും. ദൈവം ചില ഡിസിഷൻസ് എടുക്കുന്ന പോലെ ഡിസിഷൻസ് എടുക്കും. ദൈവം കാര്യങ്ങൾക്ക് വ്യത്യാസം വരുന്ന പോലെ വ്യത്യാസം വരുത്തും. ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഓപ്പറേറ്റ് ചെയ്യും. അതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അവരെ അപ്പോസ്റ്റൽസ് എന്ന് വിളിച്ചത്. അപ്പോസ്റ്റൽസിന്റെ മീനിങ് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെന്നാണ്. പ്രതിപുരുഷന്മാർ. ദൈവം എങ്ങനെയോ അങ്ങനെ തന്നെ. ദൈവത്തെ തിരിച്ചു നിർത്തിയാൽ പത്രോസ്, പത്രോസിനെ തിരിച്ചു നിർത്തിയാൽ ദൈവം. ദൈവത്തെ തിരിച്ചു നിർത്തിയാൽ പൗലോസ്, പൗലോസിനെ തിരിച്ചു നിർത്തിയാൽ ദൈവം. അവരൊരു വ്യക്തിയാണെങ്കിലും അവരിൽ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് ക്രൈസ്റ്റ് ആണ്. സെയിം വേ നമ്മുടെ വീട്ടിൽ, നമ്മുടെ സർക്കംസ്റ്റാൻസസിൽ, നമ്മുടെ ഓർഗനൈസേഷനിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ചർച്ചിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ എല്ലായിടവും നമ്മൾ ദൈവത്തെ റിവീൽ ചെയ്യാനുള്ളവരാണ്. സംഭവം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പല തിങ്സും നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. പക്ഷേ സോയിൽ ലൈഫിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ആ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ, എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ, എങ്ങനെ വേഴ്സ്റ്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും. ഹി ഈസ് മോണിറ്ററിങ്. ദൈവം അത് നമ്മളെ നോക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിന്റെ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം മോണിറ്റർ ചെയ്യുന്നു. അത് ഇവൻ ലെഫ്റ്റിലേക്ക് പോകുന്നവൻ, റൈറ്റിലേക്ക് പോകുന്നവൻ, ചെളിയിലേക്ക് പോകുന്നു, ഇവൻ ആ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നു, ഇവനെ അത് മാത്രമൊന്നുമല്ല നോക്കുന്നത്. ഒരു സിറ്റുവേഷൻ, അപ്പോഴേ ദൈവത്തിന് എന്നെ അറിയാൻ പറ്റത്തുള്ളൂ. എക്സാമിന് എൻ്റെ കുഞ്ഞ് നോക്കിയേ, എൻ്റെ കുഞ്ഞ് ക്ലാസ്സിൽ 10 വാക്ക് ഡിക്റ്റേഷൻ ഇട്ടപ്പോൾ ഫുൾ മാർക്ക് മേടിച്ചതല്ല എൻ്റെ കുഞ്ഞ ക്ലാസ് ടോപ്പർ എന്ന് പറയാനുള്ള എൻ്റെ ഉപാധി. ആ കുഞ്ഞിൻ്റെ ആനുവൽ എക്സാമിന് അവൻ സ്കോർ ചെയ്തത് വെച്ചാണ് എൻ്റെ കുഞ്ഞ് ടോപ്പറാണോ എന്നെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഞാൻ കർത്താവ് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ, കൊള്ളാം, ഇവനെ പിടിച്ച് ശുശ്രൂഷ ചെയ്യിപ്പിക്കാം. വേറെ ഒരു ദുഷ്ടവികാരമോ വിചാരമോ ഇല്ലാത്ത, മനുഷ്യരുടെ മുഖത്ത് പോലും നോക്കാതെ കണ്ണടച്ച് സ്തോത്രം പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി, എന്നാൽ പിന്നെ ഇവന്റെ മേൽ അപ്പോസ്തലിക അധികാരം ഇട്ടേക്കാം എന്നൊന്നും പറഞ്ഞ് ചെയ്യാനൊന്നും ഒരു ഉപാധി ദൈവത്തിനില്ല. പിന്നെയോ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ, വേഴ്സ്റ്റ് ആയിട്ട് സിറ്റുവേഷൻ വരുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ ഗേഹസി അയ്യോ യജമാനനെ എന്ന് വിളിച്ചതുപോലെ, എന്നാൽ ഏലീശ പൊന്നുമോനെ നിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോ മലനിരകളിൽ ദൂതസൈന്യം നിറഞ്ഞു നിന്നതുപോലെ, മഹാക്ഷാമം വന്നപ്പോ കാട്ടിക്കിട്ടിയ എല്ലാ കായ്കനികളും പറിച്ചിട്ട് വിശപ്പകറ്റാൻ വേണ്ടി പ്രവാചക ശിഷ്യന്മാരെല്ലാവരും പായസം ഉണ്ടാക്കി. എല്ലാം പറിച്ചിട്ട് പായസം ഉണ്ടാക്കി. അവസാനം പായസം തിളച്ചു വന്നപ്പോഴാണ് ഒരു ശിഷ്യൻ കാണുന്നു, അയ്യോ യജമാനനെ കലത്തിൽ മരണം, കലത്തിൽ മരണം എന്ന് പ്രവാചക ശിഷ്യന്മാർ നിലവിളിച്ചു. എന്നാൽ ഏലീശ ഓടി വന്നു. ഏലീശ ഓടി വന്ന് ആ സിറ്റുവേഷനിൽ, ആ മരണത്തിന്റെ സിറ്റുവേഷൻ, ലിസൺ മീ, ആ മരണത്തിന്റെ സിറ്റുവേഷനിൽ, ആ ക്ഷാമത്തിന്റെ സിറ്റുവേഷനിൽ ആകപ്പാടെ കഴിക്കാനുണ്ടായിരുന്നത് കുറച്ച് കാട്ടുചീരയും മറ്റും എല്ലാം കൂടെ പറിച്ചിട്ടുണ്ടാക്കിയ ഒരു പായസം മാതിരിയുള്ള ഒരു സാധന. ആ സാധനത്തിനകത്തും ആ സാധനം പോലും കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ, മീൻസ് വീട്ടിൽ വെച്ചുണ്ടാക്കിയത് ഉള്ളതെല്ലാം കൂടെ
പാറ്റിപ്പെറുക്കിയെടുത്ത് അടുപ്പത്തിട്ടു. ആ വെന്തതുപോലും സ്വസ്ഥതയോടെ കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോ ജീവൻ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പായസത്തിൽ മരണത്തിന്റെ ആത്മാവ് എഴുന്നേറ്റ് നിന്നപ്പോ സാധാരണ ശിഷ്യന്മാർ റിയാക്ട് ചെയ്തതുപോലെ, സാധാരണ ശിഷ്യന്മാർ മൂവ് ചെയ്തതുപോലെ, സാധാരണ ശിഷ്യന്മാർ അയ്യോ വിളിച്ചതുപോലെയല്ല ദൈവത്തിന്റെ സ്റ്റാൻഡിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിന്ന ഏലീശ ഒരു ഡിസിഷൻ എടുത്തത്. ഏലീശ അതിനെ കർത്താവിന്റെ നാമത്തിൽ ശുദ്ധീകരിച്ചു. ഏലീശ കർത്താവിന്റെ നാമത്തിൽ അതിനെ ശുദ്ധീകരിച്ചു. അതോടെ പായസം വിഷമുക്തമായി തീർന്നു. ഇത് ദൈവം ഈ ഒരു സിറ്റുവേഷനിലാണ് എന്നാൽ അയ്യോ പറഞ്ഞവനെ ഏലീശയുടെ ശുശ്രൂഷ ഏൽപ്പിക്കാൻ ഒക്കെയല്ല. എന്നാൽ ഏലീശയെ ദൈവം മോണിറ്റർ ചെയ്തപ്പോൾ ഇവൻ കൊള്ളാം, ഞാൻ എടുക്കുന്നത് പോലെ തീരുമാനമെടുത്തവൻ, എന്നെപ്പോലെ ഉറപ്പുള്ളവൻ, എന്നെപ്പോലെ അധികാരത്തോടെ നിൽക്കുന്നവൻ, എൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നവൻ, വിശ്വസ്തൻ, ധൈര്യമുള്ളവൻ, ഭീരുത്വത്തിൻ്റെ ആത്മാവ് വർക്ക് ചെയ്യാത്തവൻ. അങ്ങനെയാണെങ്കിൽ ഇവനെ അടുത്ത ഒരു ശുശ്രൂഷ ഇവനെ ഏൽപ്പിക്കാം. ഇതാണ് ദൈവത്തിൻ്റെ ഡിസിഷൻ എടുക്കാനുള്ള പ്രേരക ഘടകം. സാഹചര്യങ്ങളുടെ മധ്യത്തിൽ സ്വാഭാവികമായിട്ടും അയ്യോ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എങ്കിലും ദൈവനാമത്തിൽ കൽപ്പിക്കാനുള്ളൊരു അധികാരം ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്ന മക്കൾക്കുണ്ട്. ഞാൻ ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട അമ്മമാരെ, പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ഇങ്ങനൊരു സന്ദേശം കേൾക്കുന്നതെങ്കിൽ, ജീവൻ പിടിക്കാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി പലതിനും ഇറങ്ങിയിട്ട് അതിൻ്റെ എൻഡ് വന്നപ്പോൾ, അതിൻ്റെ ഒരു അവസാനം വന്നപ്പോൾ, അതിൻ്റെ ഒരു പ്രധാന ഘട്ടം വന്നപ്പോൾ അവിടെയും ഒരു മരണവും തകർച്ചയും നഷ്ടവും കഷ്ടവും നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ലോകത്തിലുള്ള ഏത് മനുഷ്യനും ആ ഒരു സാഹചര്യം കണ്ടാൽ, അവസ്ഥ കേട്ടാൽ അയ്യോ വിളിക്കുന്നൊരു ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേലിരിക്കുന്നു, ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേലിരിക്കുന്നു. നിങ്ങൾ എന്ത് സ്റ്റാൻഡ് എടുക്കുമെന്ന് ദൈവത്തിന് അറിയണം. നിങ്ങൾ വിശ്വാസത്തോടെ ചില ചുവടുകൾ വെച്ചാൽ, നിങ്ങൾ വിശ്വാസത്തോടെ ചില പ്രഖ്യാപനങ്ങൾ നിങ്ങൾ ചെയ്താൽ, വിശ്വാസത്തോടെ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചാൽ ചില കാര്യങ്ങൾക്ക് വിടുതൽ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളത് യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടു കൂടെ ചെയ്യുക. നിങ്ങൾ വെച്ച കാല് മുൻപോട്ട് തന്നെ വെക്കുക. കലപ്പമേൽ കൈവച്ചിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിന്നിട്ട് മാനുഷികമായ ചില സ്റ്റാൻഡിലേക്ക്, മാനുഷികമാകുന്ന ചില കമന്റ് കാരണം നിങ്ങൾ റിവേഴ്സിലേക്ക് വന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ഈ തകർച്ച മാത്രമല്ല, അത് ദൈവത്തിന്റെ ശാപം കൂടെ നമ്മുടെ മേൽ വരാതിരിക്കേണ്ടതിന് മുൻപോട്ട് വെച്ച കാൽ മുൻപോട്ട് തന്നെ വെച്ച് യേശുവിന്റെ നാമത്തിൽ വിഷകരമായതിനെയും മരണകരമായതിനെയും കീഴടക്കാനുള്ള ഒരു അധികാരം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിനെ കീഴടക്കുക. എലീശയെ സംബന്ധിച്ച് കലത്തിലെ മരണം അല്ല ഇവിടുത്തെ വിഷയം. അതിന് ഈ പായസമൊന്നായിട്ട് വേണം ആളൊന്നിനും ഓരോ കുമ്പിളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജീവൻ പിടിച്ചു നിർത്താൻ. ആള് ഈ കലത്തിൽ തിളയ്ക്കുന്നത് കണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന ചിലതുണ്ടെന്നേ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ ഒരു വേർഡിനകത്തുനിന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കാനുള്ള ചിലത് ഇതിനകത്തുണ്ട്. കമോൺ, അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ ഒരു വേർഡിനകത്ത്, ഈ ഒരു ശുശ്രൂഷയാണ് എൻ്റെ ഒരു ബലം എന്ന് പറയുന്ന ചിലർ ഇതിനകത്തുണ്ട്. ഈ ഒരു മീറ്റിംഗ് ആണ് എനിക്ക് മുൻപോട്ട് പോകാനുള്ള ശക്തി എന്ന് പറയുന്നവർ ഇതിനകത്തുണ്ട്. അത് തന്നെ ഇവിടുത്തെയും കാര്യം, ഏലീശയുടെ കാര്യം. ഇവിടെ കലത്തിൽ മരണമുണ്ടോ, സർപ്പമുണ്ടോ, അണലിയുണ്ടോ, അർത്തമീസ് ഉണ്ടോ എന്നുള്ളത് ഇവിടുത്തെ വിഷയമല്ല. ഏലീശ നോക്കുമ്പോൾ കലവും അല്ല വിഷയം. ഏലീശ നോക്കുമ്പോൾ ഈ പായസത്തിലേക്ക് കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറെ എണ്ണം നിരന്ന് നിൽക്കുക. ദേശത്ത് മുഴുവൻ ക്ഷാമമാ. അക്കാലത്ത് കാട്ടിക്കിട്ടിയത് എല്ലാം നല്ലതോ തീയതോ നോക്കിയില്ല, എല്ലാം പറിച്ച് തിന്നേണ്ടി വന്നൊരു കാലം എല്ലാ ശുശ്രൂഷകരുടെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയൊക്കെ വരും, ഒരു ക്ഷാമത്തിന്റെ അവസ്ഥയൊക്കെ വരും. ഫൈറ്റ് ചെയ്തോണം, അതിന് കീഴ്പ്പെട്ടു കൊടുക്കരുത്. മോണിറ്റർ ചെയ്യുക. ദൈവം നമ്മളെ ദൈവശക്തി നമ്മുടെ മേലുണ്ടെന്നേ. സ്തോത്രം. ദൈവശക്തി നമ്മുടെ മേലുണ്ട്. ദൈവം നമ്മളെ ആരെങ്കിലും കൊണ്ടൊക്കെ പോറ്റും. നല്ല സെൻസിൽ എടുക്കണം കേട്ടോ ഞാൻ ഈ പറയുന്നത്. ദൈവം നമ്മളെ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ, നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടാണോ, ഞെരുക്കമാണോ, ദൈവം പോറ്റു എന്ന് പറഞ്ഞാൽ, ദൈവം കാക്കയെ കൊണ്ട് പോറ്റു എന്ന് പറഞ്ഞാൽ കാക്കയ്ക്ക് പണി ഇട്ട് കൊടുക്കരുത്.
ഏലിയാവിനന്ന് കാക്ക, നിങ്ങൾ പലർക്കും കാക്ക. സ്തോത്രം. ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായി കാണും. നിങ്ങൾ പലർക്കും കാക്കയാ. നിങ്ങളിലൂടെ മറ്റൊരു വ്യക്തിയെ പോഷിപ്പിക്കാൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ മിനിസ്ട്രി. ആരോ പറഞ്ഞു നോ 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 നോ, അതൊന്നും അല്ല, അതൊക്കെ എൻ്റെ പേഴ്സി ഇരിക്കട്ടെ. മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഭൂതം ഇളകുന്നതാണെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. നിങ്ങളുടെ കാതുകളിൽ ഒരു ക്ഷാമം കേട്ടാൽ കയ്യിലുണ്ടെങ്കിൽ വെറുതെ ഇരിക്കരുത്. ദൈവം നിന്നെ മോണിറ്റർ ചെയ്യുന്നു. സ്റ്റാൻഡ്. നമ്മൾ ഭൂതം ഇളക്കാനും രോഗിയെ പിടിച്ച് സൗഖ്യമാക്കാനും ഉന്തിത്തള്ളി ഇടാനും നമ്മൾ സ്റ്റാൻഡ് പിടിച്ചേ അല്ലേ? എന്നാൽ മിനിസ്ട്രി അതുമാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വെയിറ്റിങ്ങിൽ നിൽക്കുക. എനിക്കൊരു കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റിങ്ങിൽ നിൽക്കുക. ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കണക്റ്റ് ആകാൻ. ഇന്നലെ എന്നോട് പറഞ്ഞു, ഇതുവരെ എനിക്ക് അത് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, തിരക്കുകൾ കാരണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയാണ്. പ്രൈസ് ഗാഡ്. ദാറ്റ് ഈസ് ഓൾസോ എ മിനിസ്ട്രി. ദൈവം വാച്ച് ചെയ്യുന്നു, ദൈവം മോണിറ്റർ ചെയ്യുന്നു. നമ്മുടെ താല്പര്യം നമുക്ക് മറ്റേതാന്നൊക്കെ ദൈവത്തിനും അറിയാം. ഭൂതം ഇളകുന്നതും രോഗി സൗഖ്യമാകുന്നു, ഒരു വ്യക്തി എഴുന്നേറ്റ് തുള്ളിച്ചാടുന്നത്, വീൽ ചെയറിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നു ഒക്കെ തന്നെ നമ്മുടെ സന്തോഷം. ദൈവമേ നീ പ്രവർത്തിച്ചല്ലോ, നമ്മളെ ഭയങ്കര ഒരു സ്തുതിക്ക് അത് കർത്താവിനും അറിയാം. പക്ഷേ അതൊക്കെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നതിന് മുന്നേ ദൈവത്തിൻ്റെ ഒരു ട്രെയിനിങ് പീരീഡിനകത്താണ് ഞാൻ ഉൾപ്പെടെ ഉള്ള മനുഷ്യർ. ദൈവം മോണിറ്റർ ചെയ്യും. അതുപോലെ ഭൂതവും മോണിറ്റർ ചെയ്യും. കലത്തിൽ മരണമെന്ന് പറഞ്ഞപ്പോ എലീശ അവിടെ വെറുതെ ഇരുന്നൊന്നുമില്ല. എലീശയെ സംബന്ധിച്ച് ഇവിടെ ഇത് വിഷമാണോ, അതാ പോട്ടെ, സാരമില്ലടാ, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാടാ, ദൈവം വയറിന് ബലം തരൂടാ, നമുക്ക് അപ്പുറത്തെ കാട്ടിൽ പോയിട്ടാ അവിടെ നിന്ന് നമുക്ക് പൈനാപ്പിൾ പറിച്ച് കഴിക്കാടാ എന്നൊന്നും പറഞ്ഞ അങ്ങനെയൊന്നും ഇപ്പൊ സാഹചര്യത്തെ അങ്ങ് നെവർ മൈൻഡ് ചെയ്തില്ല. എലീശ എന്തോ ഇത് കലത്തിലിരിക്കുന്ന പായസത്തിലെ വിഷത്തെ ശാസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനെ ശുദ്ധമാക്കി കോരി വിളമ്പി. എലീശയെ സംബന്ധിച്ച് ഇതിനകത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് പ്രാപിക്കാനിരിക്കുന്ന കുറേ എണ്ണം വന്ന് നിരന്ന് നിൽക്കുക. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കിയാൽ ഇത് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് തിളയ്ക്കുന്നതിലേക്ക് നോക്കി നിൽക്കുന്ന ചിലതുങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്തുനിന്ന് തിളയ്ക്കുമ്പോൾ കോരി ആദ്യം എടുക്കാൻ വേണ്ടി കൊതിയോടെ നിൽക്കുന്ന സമർപ്പിതർ ഇതിനകത്തുണ്ട്. ഇതിനകത്തുനിന്ന് തിളയ്ക്കുന്നതിനെ സ്വീകരിച്ച് നിറയ്ക്കാനിരിക്കുന്ന ചിലതുങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് വിശപ്പടക്കാൻ ചില ദൈവത്തിന്റെ അഭിഷിക്തമാർ, ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവർ, ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ, ദൈവമുഖത്തേക്ക് നോക്കി കരയുന്നവർ, ദൈവസന്നിധിയിൽ കൈകൾ മലർത്തിയവർ ഇതിനകത്തുണ്ട്. ദൈവാത്മാവ് പറയുന്നു, ഇവിടെ പോലും എനിക്കൊരു അംഗീകാരമില്ലേ എന്ന് ചിന്തിക്കുന്ന, ഇവിടുന്ന് പോലും എനിക്കൊരു സമാധാനമാക്കില്ലേ എന്ന് ചിന്തിക്കുന്ന ചിലരിലേക്ക് ഈ ദൈവശക്തി ആഞ്ഞടിക്കുന്നു. ദൈവാത്മാവ് പറയുന്നു, നിന്റെ വിഷത്തിന്റെ അവസ്ഥകൾ, നിന്റെ മരണത്തിന്റെ അവസ്ഥകൾ, നീ കൊതിയോടെ തിളപ്പിച്ച ചിലതുപോലും നിനക്ക് കൊതി തീരെ കഴിക്കാൻ കഴിയാതെ അവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച്, അസമാധാനം സൃഷ്ടിച്ച്, അസമത്വം സൃഷ്ടിച്ച്, സംഘർഷാവസ്ഥ സൃഷ്ടിച്ച്, ദോഷം സൃഷ്ടിച്ച്, അതുപോലെ തട്ടി തൂകി കളയുന്ന ചില തിന്മയുടെ ശക്തിക്ക് നിന്നെ കീഴ്പ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. ഓ മൈ ഗാഡ്, ദൈവം അനുവദിക്കത്തില്ല. ആത്മാവ് വ്യക്തമായി അവരോട് പറയുന്നു, ദുർശക്തികൾക്ക് കീഴ്പ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. വിഷത്തിന് കീഴ്പ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ദുഷ്ട സാമ്രാജ്യ ശക്തികൾക്ക് കീഴ്പ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. പൈശാചിക ശക്തികൾക്ക് കീഴ്പ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. കലം വെച്ചത് ദൈവത്തെ അറിഞ്ഞ ചിലതുങ്ങൾക്ക് വയറ് നിറയ്ക്കാനാണെങ്കിൽ, തീയിട്ടത് പ്രാർത്ഥനയോടെയാണെങ്കിൽ, അതിനകത്ത് കായ്കനികൾ പറിച്ചിട്ടത് ദൈവമുഖത്തേക്ക് നോക്കി വാഴ്ത്തിയാണെങ്കിൽ, അതിനകത്ത് തീ പിടിപ്പിച്ചത് അത് തിളയ്ക്കണമെന്ന ഉദ്ദേശത്തോടാണെങ്കിൽ, അത് തിളച്ചു പൊങ്ങുമ്പോൾ വിഷത്തിന്റെ അംശം മുകളിൽ കണ്ടാലും ഒറ്റ ശാസനയ്ക്ക് ആ വിഷത്തിന്റെ അവസ്ഥകൾ തീരാനേ ഉള്ളൂ. ഓ മൈ ഗാഡ്, ഇൻ ജീസസ് നെയിം ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ഇതിനകത്ത് ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിശ്വാസത്തോടുകൂടെ ചെയ്തത് വിഷമത്തിന്റെ അവസ്ഥയിലായെങ്കിൽ, നീ സ്നേഹത്തോടെ ചെയ്തത് വിഷമത്തിൽ അവസാനിച്ചെങ്കിൽ, നീ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞത് ദോഷമായി ഭവിച്ചെങ്കിൽ, ആ വിഷത്തിന്റെ ആത്മാവിനെ ശാസിക്ക. ഓ മൈ ലോർഡ്, കാരണം എലീശ നോക്കുമ്പോ ഒരു കലം പായസത്തെ ശുദ്ധമാക്കുന്നതായി എളുപ്പം.
ഇത്രയും പേർക്ക് വേണ്ടി ഇനി അന്നം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കർത്താവ് നോക്കുമ്പോൾ നിങ്ങളെ ഇതിനകത്ത് ഇപ്പം കത്തുന്ന തീയിൽ നിറയ്ക്കുന്നത് ദൈവത്തിന് ഉചിതം. ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നവന് ഏത് സ്ഥലത്ത് ഉറച്ച് നിൽക്കുന്നോ, ഏതിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നോ, അവിടുന്ന് ഡെലിവർ ചെയ്യുന്നതാണ് എളുപ്പം. ഓടി നടക്കുന്നവനെ ദൈവത്തിനൊന്നും ചെയ്യാൻ ഒക്കുകയല്ല. ഓടി നടക്കുന്നവനെ എവിടുന്ന് നിറയ്ക്കാൻ പറ്റും? ഇവിടെ കലം വെച്ചത് കണ്ടിട്ട് ഇവിടെ തിളയ്ക്കുമ്പോൾ ഇവിടുന്ന് കഴിക്കാം എന്ന ബോധ്യത്തിലാണെങ്കിൽ അവന് വേണ്ടി നമുക്ക് ആളൊന്നിനെ എണ്ണാൻ പറ്റും. എന്നാൽ ഇവിടെ അടുപ്പ് കൂട്ടുന്നതേ ഉള്ളൂ, എന്നാൽ പിന്നെ അപ്പുറത്ത് പോയി നോക്കിയേച്ചും വരാം, അവിടെ തിളച്ചെങ്കിൽ അവിടുന്ന് വാരിയേച്ചും വരാം. അവിടെ ചെന്നപ്പോൾ അവിടെ കലം കഴുകുന്നത് അവിടെ ഇല്ലായോ, എന്നാൽ പിന്നെ അപ്പുറത്തായോ എന്ന് പോയി നോക്കിയേച്ചും വരാം. ഈ ഓടിയും ചാടിയും തുള്ളിയും നടക്കുന്നവനെ എവിടുന്ന് സെർവ് ചെയ്യാൻ പറ്റും? അവർക്കും തലയെണ്ണാനൊക്കുകയല്ല, എനിക്കും തലയെണ്ണാനൊക്കുകയല്ല, അപ്പുറത്തവർക്ക് തലയെണ്ണ. കാരണം പുള്ളി വരും മുങ്ങും. മോനെ, പക്ഷേ തല എണ്ണി ദൈവം നിന്നെ ഏത് കൂറിൻ്റെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്ന് ഓർക്കുന്നത് നല്ലതാണ്. മുങ്ങല്ല്. സോ നമ്മുടെ സ്റ്റാൻഡ് ദൈവത്തിന് പ്രധാനപ്പെട്ടത്. നമ്മുടെ ഇവിടെയൊക്കെയാണ് നമ്മളെ നമുക്ക് ദൈവത്തോട് നമ്മളെ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവിടെ യോഹന്നാൻ പറഞ്ഞത്, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുത്, മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. ഏത് ജീവൻ? താഴെ വായിക്കുന്നുണ്ട്, എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. അപ്പൊ പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു അവസരം എന്ന് വെച്ചാൽ സ്നേഹിക്കുക എന്നുള്ളതാ. താഴേക്ക് വായിക്കും കുറച്ചുകൂടെ മനസ്സിലാവും. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. നോക്കിയേ, എൻ്റെ വീട്ടിൽ ജീവൻ വസിക്കണമെങ്കിൽ നമ്മൾ മരണത്തെ ശാസിക്കും, ശരിയല്ലേ? എല്ലാ മരണത്തിന്റെ ശക്തികളും ബന്ധിക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് മരണത്തിന് ഒരു സ്പേസ് ഒരുക്കിയിട്ടിരുന്ന ഞാൻ മരണത്തെ വെളിയിൽ നിന്ന് ശാസിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് മനുഷ്യരോട് കയ്പ്, എനിക്ക് വല്ലാത്ത ഒരു ജാതി സ്പിരിറ്റ്, എന്നോട് വർണ്ണവിവേചനം. ഇവൻ ആ സമുദായത്തിൽപ്പെട്ടു, ഇവൻ ഈ സമുദായത്തിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഞാൻ പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ ഒരു പെന്തക്കോസ് ആൻറ്റിയെ കണ്ടായിരുന്നു. പെന്തക്കോസ് ആൻറ്റിയെ കണ്ടപ്പോൾ എന്നെ അറിയത്തില്ല, എന്നോട് ചോദിച്ചു പേരെന്താ എന്ന് ചോദിച്ചു. എന്നോട് സുവിശേഷം പറയാനുള്ളൊരു പുറപ്പാടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ദീപു കൃഷ്ണ. ഓക്കെ, എവിടെ താമസം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം സുവിശേഷം പറഞ്ഞ് മെല്ലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാനൊരു പാസ്റ്ററാണെന്ന് പറഞ്ഞു. പറഞ്ഞു, ഓന്നോ ദീപു, ഏത് ചർച്ചിലാണ് പോകുന്നത്? അപ്പം ഞാൻ കാര്യം പറഞ്ഞു. മറ്റേ അത്ഭുതങ്ങൾ നടക്കുന്ന ആ ചർച്ചല്ലേ? ഇപ്പോൾ പുള്ളിക്കാരി വേറെ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പുള്ളിക്കാരി വേറെ ഒരിതാ. അത്ഭുതങ്ങൾ ഞാൻ പറഞ്ഞു, അത്ഭുതങ്ങൾ നടക്കുന്ന ചർച്ചോ? ഇത് ഈ കൊത്തുന്നത് എന്നോടാണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. ഞാനാണെങ്കിൽ ഇതിന് നേരെ ശക്തമായിട്ട് വളരെ ബഹുമാനത്തോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ. ഞാൻ പറഞ്ഞു, അത്ഭുതങ്ങൾ നടക്കുന്ന ചർച്ച, ആൻറ്റി എന്താ ഉദ്ദേശിച്ചത് എന്ന്. അവർ അല്ല, ഈ രോഗസൗഖ്യം, ഭൂതശാന്തി, അങ്ങനെയുള്ളത്. ഏത് പെന്തക്കോസുകാരടാ ഇതൊക്കെ? എനിക്ക് അറിയാമല്ലാണ്ട് ഞാൻ ചിന്തിക്കുക. ഞാൻ നോക്കുമ്പം പുറമേ കാണുമ്പം പെന്തക്കോസുകാരെന്ന് പറയണ്ട, അല്ലാതെ തന്നെ അറിയാം. പക്ഷേ അത്ഭുതങ്ങൾ നടക്കുന്ന ചർച്ചോ ബൈബിളിൽ പോലും ഇല്ല. രോഗശാന്തി, അപ്പൊ ഇതൊന്നും ഈ തിരുവെഴുത്തിനകത്ത് പറഞ്ഞേക്കുന്ന സംഗതിയേ അല്ലായോ ഇവരുടെ സഭയെ പിന്നെ ഇനി എന്തുവാ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സിനിമ പിടിക്കാനാണോ ആവോ? ഞാൻ മെല്ലെ ആ ആത്മാവിൽ നിന്ന് അകന്നു. ഞാൻ പറഞ്ഞു, അതെ, അത്ഭുതങ്ങൾ നടക്കും, മഹാ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ചർച്ചിലാണ് ഞാൻ പോണേ. ഭൂതങ്ങളും ഇളകും, രോഗികളും സൗഖ്യമാവും. കാരണം ബൈബിളിലും അതാണല്ലോ പറഞ്ഞേക്കുന്നത്. പറയാം, ഞങ്ങളുടെ വീടിനടുത്തൊരു ഒരു അത്ഭുതങ്ങൾ നടക്കുന്ന ചർച്ചിലാണ് പോകുന്നത്. ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ വിളിച്ചു, വന്നില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കൊരു ടീച്ച് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കുമെന്നുള്ളവരോടെ നമുക്ക് പിന്നെ ടീച്ച് ചെയ്യാനും പറ്റത്തുള്ളൂ. പക്ഷെ കുറച്ച് ഇത് ബൈബിളിൻ്റെ സത്യമാണെന്ന് മാത്രം ഒന്ന് പറഞ്ഞ് ഞാൻ പൈസയും കൊടുത്താൽ പച്ചക്കറിയും മേടിച്ച് വീട്ടിൽ കൊണ്ടിങ്ങ് വന്നു, അല്ലെങ്കിൽ ഉച്ച ഊണ് മുടങ്ങും. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഇവിടെ രണ്ടുപേരും രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ ഒരനുഭവത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അവിടെ വേറെ ഒരു ഇവിടെ സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. അപ്പൊ ഞാനൊരു പാസ്റ്ററാന്ന് പറഞ്ഞപ്പോൾ അവരും പാസ്റ്റർ എന്ന് വിളിക്കുന്നൊരു സഭയിൽ പോകുന്നവരാ. പക്ഷേ അത്ഭുതങ്ങൾ നടക്കുന്ന, അപ്പൊ അത് വേറെ ഒരു ഡിനോമിനേഷൻ. അപ്പോൾ അവിടെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം ബേൽസബൂലിന്റെ ചർച്ചയിൽ പോകുന്നതെന്ന് അവർ കരുതിയത്. അവർക്ക് സ്നേഹിക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഏത് സ്റ്റാൻഡിൽ നിൽക്കുന്നു?
നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. പക്ഷേ പറയുന്നത് ഞാൻ ഭയങ്കര വലിയ പ്രസ്ഥാനത്തിനകത്ത് ഞാൻ പോകുന്നതെന്നാ. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. നമ്മൾ ആരെയും കൊല്ലണ്ട. ഞാൻ ദൈവത്തിന്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട് അത് പറയുന്നു കേട്ടോ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്ന് പറയുമ്പം പകയ്ക്കുന്ന ഒരാത്മാവിനെ അകത്ത് ഇരുത്തിക്കൊണ്ട്, അസൂയയുടെ ഒരു ആത്മാവിനെ അകത്തിരുത്തിക്കൊണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണേ, അസൂയയുടെ ഒരു ആത്മാവിനെ അകത്തിരുത്തിക്കൊണ്ട്, കോപത്തിന്റെ ഒരാത്മാവിനെ അകത്തിരുത്തിക്കൊണ്ട്, മുൻകോപത്തിന്റെയും ദ്വന്ദ്വപക്ഷത്തിന്റെയും ഒരാത്മാവിനെ അകത്തിരുത്തിക്കൊണ്ട് എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റൂല. എന്നുവെച്ചാൽ അകത്ത് ഇരിക്കുന്നത് കുറെ എണ്ണവും നിൽക്കുന്നത് ഞാൻ ദൈവത്തിന്റെ മുമ്പിലുമാണ്. അതങ്ങോട്ട് ചേരില്ല. മണ്ണെണ്ണയും വെള്ളവും തമ്മിൽ ചേരാത്ത പോലെ ഈ സാധനം രണ്ടും രണ്ടായിട്ട് നിൽക്കും. ദൈവത്തിനും എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് ദൈവത്തോടും എടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് അടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അകത്തിരിക്കുന്നത് വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന ഞാൻ വേറെ കുറെ എണ്ണത്തിനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക. വേറെ ഒരു വൃത്തികേട് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. കുലപാതകത്തിന്റെ ആത്മാവിന് സമമായ സഹോദരനെ പകയ്ക്കുന്ന, എനിക്കെങ്ങും വേണ്ട, എൻ്റെ ചേട്ടനും അല്ല, എൻ്റെ അനിയനും അല്ലവൻ, പൊക്കോണം, അവൻ എൻ്റെ ഷെയറും കൂടെ അടിച്ചു മാറ്റിയവനാ. ഞാൻ പണ്ടേ അവനോട് പിണങ്ങിയത്. ഞാൻ അവൻ്റെ മുഖത്ത് നോക്കുകയല്ല, ഞാൻ അവൻ്റെ വീട്ടിൽ കയറുകയല്ല, ഞാൻ അവിടുന്ന് പച്ചവെള്ളം പോലും കുടിക്കുകയല്ല. സഹോദരനെ പകയ്ക്കുന്ന ഒരു വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും ഒരു ക്രൈം ചെയ്യുന്ന സ്പിരിറ്റിനെ അകത്തു വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ച് അതിനൊന്ന് എംഫസൈസ് ചെയ്ത് പറയേണ്ടി വരും. ഓ മൈ ഗോഡ്, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. ആര് പറഞ്ഞു കർത്താവേ? ഒരു മനുഷ്യനെ ഞാൻ കൊന്നിട്ടില്ല, ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോക്കിച്ചിട്ടില്ല. കർത്താവ് എന്തുവാ ഈ ന്യായവിധി സമയത്ത് എന്നോട് സംസാരിക്കുന്നേ? കർത്താവിന് തെറ്റി, കർത്താവ് പേര് മാറി എഴുതിയതാ. നമ്മൾ അവിടെ ചെന്നിട്ട് പറയും, നോ മോനെ, നിന്റെ വീടിനടുത്ത് ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഇത്ര വയസ്സായിരുന്നോ? ആന്നു. അവൻ ഇന്ന പണിക്കാരനായിരുന്നോ? ആന്നേ. അവൻ ആരാ? അവൻ എൻ്റെ അയൽക്കാരൻ. ആരാ നിന്നോട് പറഞ്ഞേ? അവൻ എൻ്റെ അയൽക്കാരനാ കർത്താവേ. അല്ല, അവൻ എൻ്റെ സഹോദരനായിരുന്നില്ലയോ? അവൻ എത്ര വയസ്സുണ്ടായിരുന്നു? അവൻ എന്നെക്കാൾ മൂത്തതാന്ന് തോന്നുന്നു. അടുത്തവനോട് ചോദിച്ചു, അവൻ എത്ര വയസ്സ്? എൻ്റെ വീടിനടുത്തുള്ളവനോട് ചോദിച്ചു, അവൻ എത്ര വയസ്സുണ്ടായിരുന്നു? അവൻ എന്നേക്കാൾ ഇളയതാ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അവനെ പകയ്ക്കുന്നൊരു മനോഭാവമല്ലായിരുന്നു. അവനെ കാണുമ്പോൾ ചിരിക്കും, ജസ്റ്റ് ഒന്ന് ചുണ്ടിലൊരു ചിരി വരയ്ക്കും. പക്ഷെ അവൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ അവനോടൊരു ദേഷ്യമില്ലായിരുന്നു. അവനെക്കുറിച്ച് കുറ്റം പറയത്തില്ലായിരുന്നോ? അവനെ പകയ്ക്കത്തില്ലായിരുന്നോ? അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവർ കേൾക്ക പറയാൻ പറ്റാത്തത് അവർ കേൾക്കാതെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ വീട്ടിൽ ഇരുന്ന് അവർക്കെതിരായി സംസാരിച്ചിട്ടില്ലേ? അവർക്ക് ദോഷകരമായി സംസാരിച്ചിട്ടില്ലേ? അവരുടെ നന്മയ്ക്ക് ഉതകാത്ത കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? കളിയാക്കിയിട്ടില്ലേ? ചിരിച്ചിട്ടില്ലേ? അവർ മനസ്സുകൊണ്ട് പോലും നനയ്ക്കാത്ത കാര്യം അവർ അങ്ങനെ ചിന്തിച്ച് പറയുന്നുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ വീട്ടിനകത്തിരുന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാനിവിടെ നോട്ട് ചെയ്തത്, നീ കുലപാതകനാന്ന്. മൈ ഗാഡ്, ഒരു പാറ്റയെ പോലും കൊന്നിട്ടില്ലാത്ത ഞാൻ കുലപാതകന്റെ സ്ഥാനത്തായിരിക്കുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത ഞാൻ സഹോദരനെ കൊന്ന പേരിൽ അവിടെ പേർ ചാർത്തപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ വേണ്ട ഭയങ്കര പ്രാർത്ഥനയും വേണ്ട വിപ്ലവവും. പക്ഷെ തമ്പുരാൻ എനിക്ക് അവിടെ ഇട്ടിരിക്കുന്ന മാർക്കല്ല നെഗറ്റീവ്. ഞാനിവിടെ നല്ല സ്കോറും കിട്ടുമെന്ന് പറഞ്ഞു വന്നതാ. ഒരു ദിവസം എൻ്റെ മോള് എന്നെ വിദഗ്ധമായി പറ്റിച്ചു. ഹിന്ദി എക്സാം കഴിഞ്ഞിട്ട് വന്നു. ക്ലാസ്സിലെ ടെസ്റ്റാട്ടോ. ഹിന്ദി എക്സാം കഴിഞ്ഞിട്ട് വന്നു. ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അപ്പാ ഫുൾ. ഞാൻ പറഞ്ഞു, ആന്നോടി. ആ സന്തോഷത്തിന് ഞാൻ അവൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. മാർക്ക് വന്നിട്ട് ഇത് ഒരു പിതാക്കന്മാർക്ക് ഈ അബദ്ധം പറ്റല്ലേ. ഞാൻ അവൾ എക്സാമിന് ഫുൾ മാർക്ക് എഴുതിയെന്ന് എന്നോട് അവൾ പറഞ്ഞു ഫുള്ളാന്ന്. ഒന്നും ഫുൾ എഴുതിയപ്പാ. എല്ലാവരേക്കാൾ ആദ്യം ഞാനാപ്പേ എഴുതിയത്. എൻ്റെ ക്ലാസ്സിൽ ഇന്ന സ്റ്റുഡൻറ്റ് എഴുതിനേക്കാൾ ഞാനാപ്പേ ആദ്യം എഴുതിയെന്ന് പറഞ്ഞ് ഇവളുടെ വാക്കും കേട്ട് ഞാൻ ബേക്കറി കയറി ഇവൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഒരു പിതാക്കന്മാർക്ക് ഈ തെറ്റ് പറ്റരുത്, അബദ്ധം പറ്റരുത്. എന്നിട്ട് ഞാൻ മാർക്ക് വാങ്ങാൻ വേണ്ടി അവളുടെ മാർക്കിന് വെയിറ്റ് ചെയ്തു. മാർക്കൊക്കെ വന്നു. മാർക്ക് കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ചിരി മാർക്ക് കിട്ടിയെന്നില്ല. കാര്യം എനിക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ എനിക്ക് പറ്റി, അക്കടി പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. സംഭവം വീട്ടിലേക്ക് വന്നു. ഇല്ലെങ്കിൽ അപ്പാ ഹിന്ദിയുടെ മാർക്ക് കിട്ടി. അവൾ എന്നോട് പറഞ്ഞതിനേക്കാൾ വളരെ 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 മാർക്ക് കുറവ്. എൻ്റെ ചിരിച്ച മുഖമൊക്കെ അങ്ങോട്ട് മാറി. സ്വാഭാവികമാണല്ലോ. കാരണം ഒന്ന്, എന്നെ അവൾ പറഞ്ഞു പറ്റിച്ചു. രണ്ട്, എൻ്റെ ഐസ്ക്രീമിൻ്റെ പൈസ പോയി.
ഞാൻ അവളെ സ്നേഹത്തോടെ ഒന്ന് വിരട്ടി, അടിച്ചില്ല, വിരട്ടി, ഒന്ന് പേടിപ്പിച്ചു. കാരണം അവൾക്ക് നാളെ മാർക്കുണ്ടാവണം. അതുകൊണ്ട്, കാരണം ഇപ്പോഴും നമ്മൾ സ്നേഹം കാണിച്ചാൽ നാളെ അവൾ ഇതല്ല ഇതിനേക്കാൾ മാർക്ക് കുറച്ച് മേടിച്ചുകൊണ്ട് വരും. താൽക്കാലികമായി ഞാൻ അവളെ ഒന്നിങ്ങനെ ശാസിച്ച്, ഞാൻ അടുത്ത എക്സാം മുതൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ നല്ലൊരപ്പനായി. ഒരു പിതാക്കന്മാർക്ക് ഇങ്ങനെ അബദ്ധം പറ്റരുത്. കാരണം എന്താ, അവളുടെ വാക്കും കേട്ടാണ് ഞാൻ അവൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തത്. പക്ഷേ നോക്കിയപ്പോൾ കംപ്ലീറ്റ് അവൾ എഴുതി, എല്ലായിടത്തും സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്കാ? ഇങ്ങോട്ട് വള്ളി ഇടേണ്ടതിന് അങ്ങോട്ട് വള്ളിയൊക്കെ ഇട്ട് വെച്ച് അങ്ങ് ഒപ്പിച്ചു. മക്കളെ, ക്രിസ്തീയ ജീവിതം ഒപ്പിച്ചിട്ട് മാർക്ക് നേടാൻ പറ്റണമെന്നല്ല. നമ്മളിവിടെ പറയും, എനിക്ക് ആ സ്വർഗം, ഇന്ന് മരിച്ചാൽ എവിടെ പോവും? അവിടെ പോവും, ഞാൻ സ്വർഗം അവിടെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാര് പറഞ്ഞു? ഇന്ന് നിങ്ങൾ മരിച്ചാൽ എവിടെ പോകും? ഇന്ന് നിങ്ങൾ മരിച്ചാൽ എവിടെ പോകുമോ, പോകാൻ വേണ്ടി ചെയ്തിരിക്കുന്നു അവിടെ പോകും. പറഞ്ഞാ പോരാ, ഞാൻ സ്വർഗത്തിൽ പോവും, ഞാൻ സ്വർഗത്തിൽ പോവും, സ്വർഗത്തിൽ പോവും. ഇന്ന് മരിച്ചാൽ എനിക്കൊരു പ്രശ്നമല്ല, അതെന്നാ നേരത്തെ പണി തീർത്തിട്ടേക്കുവാന്ന്. നോ, അങ്ങനെ പറഞ്ഞാൽ പോണതല്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഐസ്ക്രീം മേടിച്ച് അക്കടി പറ്റിയതുപോലെ ഇരിക്കും. ഇന്ന് മരിച്ചാൽ എങ്ങോട്ട് പോകണോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു വെച്ചോ അതനുസരിച്ചേ പോവുള്ളൂ. സഹോദരനെ പകയ്ക്കുന്നവൻ, സ്വാഭാവികമല്ലേ പാസ്റ്ററെ, ആ പയ്യൻ്റെ ഷെയർ ഇവന്, അല്ലെങ്കിൽ ഇവൻ്റെ അതിരിക്കറി അവന് മാന്താൻ കൊള്ളാവോ? അല്ല, ഇവനെക്കുറിച്ച് അവൻ അങ്ങനെ പറയാൻ കൊള്ളാവോ? ഇവൻ അങ്ങനാണോ അവനെ കണ്ടേ? അവനെങ്ങനെയോ കാണട്ടെ, പക്ഷെ നീ എങ്ങനെ കാണണമെന്നാണ് തമ്പുരാൻ പറഞ്ഞേക്കുന്നേ. അത് അവനോടുമുള്ള ദൂത, പക്ഷെ അവനത് അറിയല, പക്ഷെ നിനക്കേ അത് അറിയൂ. അവിടെ എഴുതിയ സഹോദരനെ പകയ്ക്കുന്നവൻ ക്രൈം ചെയ്തിരിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ, സഹോദരിയെ പകയ്ക്കുന്നവൻ, അയൽവക്കക്കാരനെ പകയ്ക്കുന്നവൻ, അയൽവക്കക്കാരിയെ പകയ്ക്കുന്നവൻ, സഹോദരനെ എടുത്തിട്ട് മർദ്ദിക്കുന്നവൻ, വാക്കുകൊണ്ട് കുത്തുന്നവൻ, ഒരു സഭയിലെ അംഗത്തെക്കുറിച്ച് വേണ്ടാതീനം പറയുന്നവൻ, പാസ്റ്ററെ കുറിച്ച് ദോഷം പറയുന്നവൻ, പാസ്റ്റർ ആണെങ്കിൽ വിശ്വാസികളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ ക്രൈം ചെയ്യുന്നു. എല്ലാവരും സഹോദരന്മാരാ. സഹോദരനിൽ ഒരുത്തനെയാ പാസ്റ്ററാക്കി വെക്കുന്നേ, സഹോദരനിൽ ഒരുത്തനെയാ ശുശ്രൂഷകനാക്കി എടുക്കുന്നേ. ക്രൈം ചെയ്തിരിക്കുന്നു. ഏത് സ്റ്റാൻഡിൽ നിൽക്കുന്നു? ഇന്ന് മരിച്ചാൽ എവിടെ പോകും? നമ്മൾ ചോദിച്ചാൽ മാത്രം പോരാ, നമ്മളോട് ചോദിക്കണം. ഇടയ്ക്ക് ഇന്ന് മരിച്ചാൽ എവിടെ പോകും നമ്മളോടും കൂടെ ചോദിക്കണം. കാരണം ഇവിടെ വമ്പൻ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല, നാക്കിലേ ഉള്ളൂ. നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല, നാക്കിലേ ഉള്ളൂ. നിത്യജീവൻ, നിത്യത നാക്കിലേ ഉള്ളൂ. നാക്കിലുണ്ടായാൽ പോരാ, ഡ്രസ് കോഡിലുണ്ടായാൽ പോരാ, മുഖത്തുണ്ടായാൽ പോരാ, ശബ്ദത്തിലുണ്ടായാൽ പോരാ, ആകാരഭംഗിയിലുണ്ടായാൽ പോരാ, ഉള്ളിലുണ്ടാവണം. ബൈബിൾ പറയുന്നു, യാതൊരു കുലപാതകനും whosoever hath death, his brother is a murderer, and ye know that no murderer hath eternal life abiding in him. അവന്റെ ഉള്ളിൽ വസിച്ചിരിപ്പില്ല. മേർഡറർ എന്നാണ് ഇവിടെ പറയുന്നത്. കുലപാതകൻ ഒരു ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിത്യജീവനെ കുറിച്ച് അറിയുന്നവൻ സ്വർഗത്തിൽ പോവുകയല്ല, നിത്യജീവനെ കുറിച്ച് സംസാരിക്കുന്നവൻ സ്വർഗത്തിൽ പോകത്തില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞ് നാക്കി പറഞ്ഞുകൊണ്ട് കിടക്കുന്നവൻ സ്വർഗത്തിൽ പോവുകയല്ല, അത് വസ്ത്രത്തിൽ കാണിച്ച് സ്വർഗത്തിൽ പോവുകയല്ല, ഡ്രസ് കളർ കോഡിൽ കാണിച്ച സ്വർഗത്തിൽ പോവുകയല്ല. ബൈബിൾ പറയുന്നു ഉള്ളിൽ വസിക്കണം. എവിടെ വസിക്കണം? ഉള്ളിൽ വസിക്കണം. യാതൊരു കുലപാതകന് നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി, 16-ാമത്തെ വാക്യം, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിന്റെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരനോട്, ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ആരെങ്കിലും മുട്ട് പറഞ്ഞാൽ, ആരെങ്കിലും കുറിച്ച് ദൈവാത്മാവ് ഉള്ളിൽ ഇടപെട്ടാൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്കരാകരുതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ, അത് ഈ ലോകത്തിലെ കാര്യം മാത്രമാണ് പറയുന്നത്. ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം
അവനിൽ എങ്ങനെ വസിക്കും? ഇതും സഹോദരൻ അതും സഹോദരൻ. സോയെ ലൈഫിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ വസിക്കേണ്ട ഒരു വ്യക്തി, ദൈവത്തിന്റെ സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി, whoever, ഞാൻ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു വ്യക്തി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നൊരു വ്യക്തി, ഞാൻ എല്ലാ പ്രാർത്ഥനകൾക്കും പങ്കെടുക്കുന്നു എന്ന് പറയുന്നൊരു വ്യക്തി, കിട്ടുന്ന സമയമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നൊരു വ്യക്തി, എന്തു കാരണം കൊണ്ടു തന്നെ ആയാലും പകയ്ക്കുന്ന ഒരാത്മാവിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാൽ ആ ആത്മാവിനെ പകയുടെ ആത്മാവ് എന്ന പേരിൽ നിന്നും കുലപാതകന്റെ ആത്മാവ് എന്ന ഒരു പേരിലേക്ക് ദൈവം മാറ്റിയിരിക്കുന്നു. അത് ഈ ഗവൺമെന്റ് വന്നപ്പോൾ മാറ്റിയതാണ്. കാര്യം നമുക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തതാണ്. കാര്യം നമുക്ക് ശരിയാകുകയല്ല. ഞാൻ പോയി എൻ്റെ കൃപയും കൂടെ പോവും അവരോട് സംസാരിച്ച സംഭവം ശരിയാ. പക്ഷേ നമുക്ക് അവരോടുള്ള ഒരു സമീപനത്തിൽ, അല്ലെങ്കിൽ അവരോടുള്ള ഒരു വികാരത്തിൽ നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അത് സാധിക്കണം. അവരെ കുറിച്ച് കേൾക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു കുലപാതകന്റെ ആത്മാവിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയണം. കാരണം എൻ്റെ ഉള്ളിൽ ഇത്രയും ഞാൻ തുടക്കത്തിൽ ഇത്രേ പറഞ്ഞുള്ളൂ. ദൈവമാണ് ഈ സ്റ്റാൻഡിലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? നമുക്കറിയാമല്ലോ എങ്ങനെ പ്രതികരിക്കുമെന്ന്. തലയോടിടം എന്നർത്ഥമുള്ള സ്ഥലത്ത് എന്താ സംഭവിച്ചതെന്ന് ചിന്തിച്ചാൽ മതി. ഗോൽഗോഥ എന്താ സംഭവിച്ചത്? നീതിന്യായ കോടതിക്കകത്ത് എന്താ സംഭവിച്ചത്? രണ്ട് കള്ളന്മാരോട് എന്താ സംഭവിച്ചത്? നമുക്കറിയാം എന്താണ് കർത്താവ് ഈ നമ്മുടെ സ്ഥാനത്ത് കർത്താവാണെങ്കിൽ എങ്ങനെ ഇതിന് ഒരു മറുപടി കണ്ടെത്തും? ഇത്രയും ചിന്തിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നത്തിന് നല്ലൊരു മറുപടി കിട്ടും. അപ്പോൾ ഇവിടെ പറയുന്നു, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്നോട് സഹോദരനോട് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ഇത് ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, ഒരു വ്യക്തിക്ക് കൈത്താങ്ങാൻ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനകത്തുനിന്ന് എന്തോ ഒരു ഉൾശബ്ദം അകത്തുനിന്നുണ്ടായിട്ട് പോലും മനസ്സലിവില്ലാതെ അതിൽ നിന്ന് മുഖം മറച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്ന് പറയുകയും ദൈവം മോണിറ്റർ ചെയ്യുകയും സാത്താൻ മോണിറ്റർ ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവത്തിനു ദുഃഖിക്കാനും സാത്താന് ചിരിക്കാനുമുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടേ അത് മാറുന്നുള്ളൂ. പക്ഷേ നമ്മൾ ദൈവത്തോട് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കണം, വലിയ കാര്യങ്ങൾക്ക് എന്നെ നയിക്കണം, വലിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണം, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ മനസ്സലിവ് കാണിക്കണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സലിവ് നമ്മളെ കൊണ്ട് മറ്റൊരാളോട് കാണിക്കാൻ പറ്റുമോ എന്ന് ദൈവം പരിശോധിച്ചപ്പോൾ നമ്മൾ ആ മനസ്സലിവ് കാണിക്കാൻ വിമുഖത കാണിച്ചതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ പെറ്റീഷൻ എങ്ങനെ പരിഗണിക്കപ്പെടണം എന്ന് ഞാൻ ചിന്തിക്കേണ്ടതാകുന്നു. കർത്താവേ, മനസ്സലിവുണ്ടാവണം ഈ ഒരു വിഷയത്തോട്, ഈ ഒരു കാര്യത്തോട് മനസ്സലിവുണ്ട്. നമുക്ക് എത്രത്തോളം മനസ്സലിവുണ്ടോ അതിൻ്റെ ഇരട്ടിയായിരിക്കും ദൈവത്തിന് നമ്മളോട് മനസ്സലിവുണ്ടാകുക. ആ പോയിന്റ് ശ്രദ്ധിക്കണം. നമുക്ക് എത്രത്തോളം മനസ്സലിവുണ്ടോ. ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നവന് ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് എന്നെ നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്നത്, പോയിന്റ് ചെയ്തിരിക്കുന്നത്. കാരണം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവനെ ആകുന്ന ദൈവം സ്നേഹം. ഒരു വാക്കും കൂടെ വായിച്ചിട്ട് നമ്മൾ ആശീർവാദം പറയും. പുറപ്പാട് പുസ്തകം 32, പുറപ്പാട് പുസ്തകം 32 അധ്യായം അതിൻ്റെ 26 വാക്യത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 32:26 വരുമ്പോൾ, യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ വാൾ അരയ്ക്ക് കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ്റെ സഹോദരനെയും താൻ്റെ സ്നേഹിതനെയും താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇത്രയും കേൾക്കുക. യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പൊ യഹോവയുടെ പക്ഷത്തിൽ അല്ലാത്തവൻ ആരുടെ അടുക്കൽ നിൽക്കണം? ചിന്തിച്ചാൽ മതി. യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരും. ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവൻ്റെ
അരയിൽ ദൈവത്തിൻ്റെ വാള് കാണും. ശത്രുവിൻ്റെ, നിങ്ങളെ വാക്യം വായിച്ചായിരുന്നു, അവൻ അവരോട് നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ വാൾ അരയ്ക്ക് കെട്ടി, താൻ്റെ വാൾ അരയ്ക്ക് കെട്ടി. ദൈവത്തിൻ്റെ പക്ഷത്തിലുള്ളവൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ വാള് കാണും. നല്ല അർത്ഥത്തിലെടുത്താൽ മതി. ദൈവത്തിൻ്റെ പക്ഷത്തിൽ, ഇപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്താ, നിങ്ങളുടെ കയ്യിൽ ദൈവത്തിൻ്റെ വാൾ കാണും. അത് ശത്രുവിന് കീഴ്പ്പെടാതിരിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ആയുധമാണ്. ഇത് നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്ന വേർഡ്, ഈ ദൈവവചനം, ഇത് ദൈവത്തിൻ്റെ വാളാണ്. ഇതൊരിക്കലും നിങ്ങളെ കേൾപ്പിക്കണമെങ്കിൽ നിങ്ങൾ ശത്രുവിൻ്റെ പാളയത്തിൽ വെട്ടേറ്റ് വീഴാനുള്ളൊരു വ്യക്തി അല്ലാത്തത് കൊണ്ടാണ്. ശത്രുവിൻ്റെ യുദ്ധക്കളത്തിൽ നിങ്ങൾ വെട്ടേറ്റ് വീഴാനുള്ളൊരു വ്യക്തി അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളൊരു യുദ്ധക്കളത്തിലാണെന്ന് അറിയാമായതുകൊണ്ട് ദൈവത്തിൻ്റെ വാൾ നിങ്ങളുടെ അരയ്ക്ക് കെട്ടി അവൻ്റെ ശക്തിക്കും അവൻ്റെ ആയുധത്തിനെയും എതിർക്കാനും അതിനെ കീഴ്പ്പെടുത്താനും അവൻ്റെ മേൽ ജയം വരിക്കാനും ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളെ ഏത് യുദ്ധക്കളത്തിൽ വെച്ച് തീർക്കുമെന്ന് പറഞ്ഞോ, ആ യുദ്ധക്കളത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്നെ ഏത് യുദ്ധക്കളത്തിൽ വെച്ച് നിന്നെ തീർക്കുമെന്ന് പറഞ്ഞോ, നിന്നെ ഏത് വഴിയിൽ വെച്ച് നിന്നെ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞോ, നിന്നെ ഏതിൽ നിന്ന് നിന്നെ താഴെ തള്ളിയിടുമെന്ന് പറഞ്ഞോ, നിന്നെ ഏതിനകത്ത് നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞോ, അതിനെ നീ കീഴ്പ്പെടുത്തിയിട്ട് അതിന്റെ മേൽ യഹോവ നിസ്സി എന്ന് വിജയക്കൊടി എന്നുള്ള കൊടി നാട്ടാൻ പരിശുദ്ധാത്മാവിൽ ആരെയൊക്കെയോ അഭിഷേകം ചെയ്യുകയാണ്, ആരെയൊക്കെയോ ശക്തീകരിക്കുകയാണ്. ഞാൻ വീണ്ടും പ്രവചിക്കുന്നു, നിന്നെ കാണിച്ച വിഷത്തിനകത്ത് നിന്നെ വീഴ്ത്തിക്കളയത്തില്ല. നിന്നെ നിർത്തിയ യുദ്ധക്കളത്തിനകത്ത് നീ ശത്രുവിന്റെ വാളിന് കീഴ്പ്പെടത്തില്ല. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ യേശുവിന്റെ നാമത്തിൽ ചില ലേവ്യ കുടുംബത്തെ ദൈവാത്മാവ് കൂറായി നിർത്തുകയാണ്. ചില ദൈവിക ശുശ്രൂഷകന്മാരെ കർത്താവിന്റെ പക്ഷത്തേക്ക് പരിശുദ്ധാത്മാവ് ചേർക്കുകയാണ്. ഇത് എവിടെയോ തകർന്നു പോകുമെന്ന് പറഞ്ഞ്, എവിടെയോ വീണു പോകുമെന്ന് പറഞ്ഞ ചിലരെയൊക്കെ ദൈവാത്മാവ് ബലപ്പെടുത്തുന്നു. നിന്നെ ശത്രുവിന്റെ ശക്തിക്ക് കീഴ്പ്പെടാനല്ല, മറിച്ച് അവന്റെ ശക്തിയെ വിലങ്ങു വെക്കാൻ വിളിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചായിരിക്കാം അവന്റെ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്, ദുഷ്ടന്റെ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ അലസതപ്പെടുത്തിയായിരിക്കാം അവന്റെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരു രോഗിയാക്കിയായിരിക്കാം അവന്റെ ശക്തി നീ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അവൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു നിരാശ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഒരു റീസൺ ഇല്ലാത്ത കോപം, സങ്കടം, ഇതൊക്കെ ആയിരിക്കാം അതിൻ്റെ സിംറ്റംസ്. സാത്താൻ്റെ ശക്തി നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ചില സിംറ്റംസിലൂടെ ആയിരിക്കാം. പക്ഷേ ഞാൻ അതിന് കീഴ്പ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് ഉറപ്പിച്ചിട്ടുള്ളവർക്ക് ഇന്ന് വിടുതല. ഞാൻ എൻ്റെ അവകാശങ്ങളെ തിരിച്ചു പിടിക്കും എന്ന് ഉറപ്പിച്ചിട്ടുള്ളവർക്ക് ഇന്ന് വിടുതല. ഞാൻ എൻ്റെ ശക്തി തിരിച്ചെടുക്കും എന്ന് ഉറപ്പിച്ചിട്ടുള്ളവർക്ക് ഇന്ന് വിടുതല. ഞാൻ ദൈവത്തിൻ്റെ സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമായിരിക്കണം ജീവിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ, എനിക്ക് മറ്റാത്മാവിൻ്റെ ക്യാരക്ടറിസം എൻ്റെ ഉള്ളിൽ വസിപ്പിച്ചുകൊണ്ട് അതിനെ കുടിയിരുത്തിക്കൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനൊക്കുകയല്ല. കാരണം അവരവിടെ ഇരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. സോ അത് പറ്റുകയല്ല. ഒന്നുകിൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ സാത്താൻ്റെ ആത്മാവ്, ഒന്നുകിൽ മാമോൻ അല്ലെങ്കിൽ ദൈവം. നമുക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. സോ ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് തിരിച്ചു വരാൻ താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മടുത്തുപോയ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് റിസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, മങ്ങിക്കിടക്കുന്ന കൃപകളെ ഒന്ന് തൊട്ടുണർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ സെക്കൻഡിൽ കർത്താവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ ശക്തിക്ക് കീഴ്പ്പെടുന്നൊരു വ്യക്തിയെ ദൈവം ഇന്ന് തേടുന്നു. അവരെ ചില പുതിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹൽബ്രസിയാൻ ചലബ, നഷ്ടപ്പെട്ടു പോയതും പിടിച്ചു വെച്ചതുമാകുന്ന ചില നന്മകൾ നിങ്ങളിലേക്ക് വിട്ടുതരുവാൻ, അതിനെ പിടിച്ചെടുക്കുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കുന്നവർ, അങ്ങനൊരു തിരിച്ചറിവുള്ളവർ ഈ സെക്കൻഡിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഹത്വത്തിൻ്റെ സാന്നിധ്യം അവരെ തേടി വരുന്നുണ്ട്. മഹത്വത്തിൻ്റെ സാന്നിധ്യം അങ്ങനെയുള്ള ദൈവമക്കളെ തേടി വരുന്നുണ്ട്. ഈ സെക്കൻഡിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ
നഷ്ടപ്പെട്ടു പോയ ദൈവശക്തി തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധത്തെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കാൻ പോകുകയാണ്. ദൈവാത്മാവ് നിങ്ങളെ ശക്തീകരിക്കാൻ പോകുന്നു. ഈ സെക്കൻഡിൽ നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ദൈവശക്തി നിങ്ങളെ ചുറ്റുന്നത് നിങ്ങളിപ്പോൾ അനുഭവിക്കും. നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഈ ശക്തി ഇനി നിങ്ങളുടെ മേൽ വരുമോ എന്ന് വരെ നിങ്ങൾ സംശയിച്ച വ്യക്തിയല്ലേ? ഈ ശക്തി ഇനി എനിക്ക് അനുഭവിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ സംശയിച്ച ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. അവരെ ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല എന്ന് തിരിച്ചറിയിക്കുന്ന ഒരു ദൈവശക്തി, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല എന്ന് തിരിച്ചറിയിക്കുന്ന ഒരു ദൈവശക്തി. ആമേൻ, 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 ആമേൻ. അങ്ങനെയുള്ള ചില വ്യക്തികളുടെ മേൽ ദൈവാത്മാവ് പതിക്കുകയാണ്. In the name of Jesus, തുറന്നെടുക്കുന്ന ഒരു ദൈവശക്തി, പുതുബലത്തിന്റെ ഒരു ശക്തി, ദൈവത്തിൽ നിന്നൊരു പുതിയ സമീപനം. ആമേൻ. പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെയോ മേൽ റിവീൽ ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവർ ആ ദൈവശക്തി സ്വീകരിക്കുക. ജയത്തിന്റെ ഒരു ശക്തി, ഒരു വിടുതലിന്റെ ശക്തി. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നിർത്തുകയില്ലെന്ന് നിങ്ങളോട് വാദിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ, ദൈവസന്നിധിയിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിർത്തുകയില്ലെന്ന് വാദിക്കുന്ന തിന്മയുടെ ശക്തികളെ തകർത്തു തോൽപ്പിക്കുവാൻ ദൈവം നിന്റെ മേലൊരു പുതുബലം, ദൈവം മോണിറ്റർ ചെയ്യുന്നു നിന്നെ. ഈ ദൈവ ശബ്ദത്തിന് നീ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന്, ഈ ആലോചനയ്ക്ക് നീ എങ്ങനെ നിന്നെ വിധേയപ്പെടുത്തുന്നു എന്ന്, ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നിന്നെ എങ്ങനെ നീ മനസ്സിലാക്കുന്നു എന്ന് ദൈവം മോണിറ്റർ ചെയ്യുന്നു. എത്ര പേർ തിരിച്ചറിയും ഈ മോണിറ്ററിംഗ് ഒരു പ്രൊമോഷന് വേണ്ടിയാണെന്ന്? എത്ര ദൈവമക്കൾക്ക് വിശ്വസിച്ച് ആമേൻ പറയാൻ പറ്റും? ഈ ശുശ്രൂഷ എന്റെ സ്പിരിച്വൽ പ്രൊമോഷന് വേണ്ടിയാണ്, എന്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്, എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ജീസസ് നെയിം. ഒരു സോയി ലൈഫിലേക്ക് ജീവിക്കാൻ കൊതി കാണിക്കുക. സോയി ലൈഫിലേക്ക് ജീവിക്കാൻ കൊതി കാണിക്കുക. ദൈവത്തിന്റെ the God's kind of life, the God's kind of love, the God's kind of nature, the God's kind of characterism. ആ ഒരു നിലയിലേക്ക് ജീവിക്കുവാൻ കൊതി കാണിക്കുക. അങ്ങനെയുള്ളവരുടെ മേൽ ആത്മാവ് മാറുകയാണ്. Fill with the power of Holy Ghost. Come on. Elohim teriandero baudash. Hudabarabasiantaba. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ജനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് കേട്ട ഈ ദൈവ ശബ്ദം ഞങ്ങളുടെ ജീവിതത്തെ പണിയുന്നത്, ഞങ്ങളുടെ സ്പിരിറ്റിനെ പണിയുന്നതാണെന്ന് ഞങ്ങൾ വ്യക്തമായി ഹൃദ്യമായി മനസ്സിലാക്കി ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് ബോധ്യം വരുത്തി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ ദൈവമേ, ഞങ്ങൾ ദൈവത്തിന്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്ന് പറയുകയും ഞങ്ങൾ ഭൂതത്തിന്റെ ആത്മാവിൽ വ്യാപരിക്കുകയും ചെയ്തിട്ടുള്ളവരാണെന്ന് സമ്മതിക്കുന്നു. അപ്പനെ, ഞങ്ങളെ കർത്താവെ മുഴുവനായി തിരുസന്നിധിയിൽ സമർപ്പിച്ചൊരു കഴുകലിനായി വിധേയപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിൽ വർദ്ധിച്ചാൽ മതി, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടാൽ മതി, ദൈവത്തിന്റെ ക്യാരക്ടറിസം വെളിപ്പെടുത്തുന്ന സോയി ലൈഫിൽ ജീവിച്ചാൽ മതി. അതിനായി സമർപ്പിക്കുന്നു. ഞങ്ങളെ അപകടം സ്വീകരിച്ച് കഴുകി ഞങ്ങളുടെ മേലുള്ള ദുഷ്ടശക്തിയെ നീക്കി ദൈവത്തിന്റെ ആത്മാവിൽ ഞങ്ങളെ നിറച്ചുകൊള്ളണമേ. ഈ 2 പ്ലാറ്റ്ഫോമുകളെ അവണ്ണം തന്നെ ദൈവത്തിന്റെ സോയി ലൈഫ് കൊണ്ട് നിറയ്ക്കണമേ അപ്പാ. അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള മക്കളാക്കി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണം. ഈ ജനത്തെ ഞാൻ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ, ഇവർ കർത്താവിന് പ്രയോജനമുള്ളവരായിരിക്കട്ടെ, ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായിരിക്കട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം സഹായിക്കട്ടെ.
ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നടക്കുന്ന ഞങ്ങളുടെ ഈ ഓൺലൈൻ മിനിസ്ട്രിയിലേക്ക് എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്തവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പ്രവേശിക്കുക, ഈ ചാനലിലേക്ക് പ്രവേശിക്കുക. ഇതിനകത്ത് കിടക്കുന്ന ഓരോ സന്ദേശങ്ങളും നിങ്ങളുടെ ഡെലിവറൻസിനുള്ളതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കേട്ട ശേഷം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ പങ്കുവെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊള്ളുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതികരണവും അതുപോലെ പ്രയർ സപ്പോർട്ടും ഇവിടുന്ന് ലഭിക്കും. സമയം അത് കാണുന്നതനുസരിച്ചാണ് അതിനുള്ള പ്രതികരണങ്ങൾ ലഭിക്കുക. ചിലപ്പോൾ ഒരു തംസപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ഓക്കെ ആയിരിക്കും. നിങ്ങൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രയർ റിക്വസ്റ്റ് കണ്ടിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. വലിയ വാക്കുകളിലൊന്നും നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ഈ നമ്പർ യൂട്യൂബിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് മെസ്സേജുകളാണ് അനുനിമിഷം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്നാണ് നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ദയവായി ദൈവമക്കൾ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും 1-2 കംപ്ലയിൻറ്റ്സ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പൊതുവായി പറയുന്നതാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാനായിട്ട്. അപ്പോൾ ചെറിയ മെസ്സേജുകളാണെങ്കിൽ പോലും നിങ്ങളത് ഉൾക്കൊള്ളുക. അവർ ആ പ്രയർ റിക്വസ്റ്റ് കണ്ടു, ഇവിടെ നോട്ട് ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. സോ നിങ്ങളുടെ സാക്ഷ്യങ്ങളുണ്ടെന്നറിയാം, നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളുണ്ടെന്നറിയാം. നിങ്ങൾ ഈ നമ്പറിൽ ചുരുക്കമായി നിങ്ങൾ അയച്ചാൽ മതി. വോയിസിലോ ടെക്സ്റ്റിലോ ചുരുക്കമായി നിങ്ങൾ അയച്ചാൽ മതി. ഞങ്ങളിവിടെ നോട്ട് ചെയ്യും, പ്രാർത്ഥിക്കും. ദൈവം നിങ്ങൾക്ക് മറുപടി തരും. കർത്താവ് നിങ്ങളെ സഹായിക്കും, ബലപ്പെടുത്തും, അനുഗ്രഹിക്കും. നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കും.